എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ പാറപ്പുഴയാണ്. കപ്പയുടെ വിളവെടുപ്പ് ഇവിടെ നടക്കുകയാണ്. നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മതച്ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താ മതച്ചേട്ടാ, രാവിലെ തന്നെ അംഗം തുടങ്ങിയോ? ഇത് കണ്ടു കഴിഞ്ഞാൽ മഞ്ഞളാന്ന് തോന്നുന്നില്ല. ഇത് മഞ്ഞളാണോ? ഒറിജിനൽ കപ്പ തന്നെയാ. അതെ അല്ലേ. ഇത് നീളം എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ ഈ കപ്പയുടെ? ഒരു 1.5 മീറ്റർ ഒക്കെ വരും. 1.5 മീറ്റർ അല്ലേ? രാവിലെ പണി തുടങ്ങിയല്ലേ? ഇവിടെ ഉണ്ടല്ലോ വലിയ കപ്പകളാ മൊത്തം കിട്ടിയേക്കണേ. അതെല്ലേ. ഇത് ഏത് ഇനത്തിൽപ്പെട്ട കപ്പയാ മതച്ചേട്ടാ? ഇത് എനിക്ക് ഇന അറിയാൻ പാടില്ല. തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന കൊടുവേലിലെ RPSന്റെ പ്രസിഡന്റ് പിന്നെ ഫിലിപ്പെന്നും പറഞ്ഞൊരു ആളാണ് കൊണ്ടുവന്ന് തന്നത്. അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന. എത്ര നാളായി നട്ടിട്ട് ഇപ്പോൾ 11 മാസം. 11 മാസമായി അല്ലേ. വേറെ വളപ്രയോഗം എന്താ ചെയ്തേ? വേറെ ജൈവവളം ഇട്ടു, പിന്നെ ചാരം തൂളി. ഇതിൻ്റെ അകത്ത് പണികളൊക്കെ മതഞ്ഞാണോ ചെയ്തേ? ഞാനും ഉണ്ടായിരുന്നു, പണിക്കാരും ഉണ്ടായിരുന്നു, സ്റ്റാഫ്. എത്ര പേരെ പണിക്കായിട്ട്? 28 പണിയായി. 28 പണിയായി. 28 പണി കൊണ്ടാണ് പ്രതീക്ഷയിലധികം. അവര് തന്നെ, ഞാൻ എൻ്റെ പണി കൂട്ടാതെ. ഞാൻ എല്ലാ ദിവസവും പണിയും, രാവിലെ ഇറങ്ങും, വൈകുന്നേരം കയറും. എത്ര കൊല്ലമായിട്ട് കൃഷി? എൻ്റെ മണ്ണിനോട് മല്ലടിക്കണത് ചെറുപ്പം മുതൽ, പിന്നെ 8ാം ക്ലാസ് മുതൽ പണിയണം. എത്ര ഏക്കർ സ്ഥലമുണ്ട് മതച്ചേട്ടന്? 8 ഏക്കർ ചില്ലുവാനുണ്ട്. 8-8.5 ഏക്കർ വരും. ഇതിൽ രാവിലെ തൊട്ട് പകലന്തിയോളം പണിയെടുക്കുന്ന ആളാണെന്ന് പറയല്ലേ? ആളാണ്. കാരണം എൻ്റെ പറ്റില്ലാതെയായി നിർത്തി ഇതോടുകൂടി. അതല്ലേ. നിർത്തലെന്നുള്ള സൂചനയല്ല മതച്ചേട്ടാ കിട്ടിയിരിക്കുന്നത്. ഇത്ര നീളമുള്ള കിഴങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കിഴങ്ങാണല്ലോ. ഇത് കണ്ടിട്ട് എനിക്ക് നിർത്താൻ തോന്നണില്ല, പക്ഷെ എൻ്റെ ആരോഗ്യം സമ്മതിക്കില്ല. ഇനി കപ്പ കൃഷി തുടരുന്നുണ്ടോ? ഇല്ല, ഞാൻ കന്നാരിക്ക് കൊടുത്തുപോയി. പ്രതീക്ഷിക്കുന്ന വിളവ് കിട്ടുന്നുണ്ടോ? പിന്നെ ചേട്ടന് എത്ര വയസ്സായി? 76 വയസ്സായി. 76 വയസ്സിൽ 8 വയസ്സ് തൊട്ട് തുടങ്ങിയ പണിയായത്. അതെ അതെ, 8 വയസ്സല്ല, 10-12 വയസ്സ് മുതൽ തുടങ്ങി. 66 കൊല്ലമായിട്ട് ഈ മണ്ണി പണിയെടുക്കണേ. കൃഷി അവാർഡൊക്കെ ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ചേട്ടാ നമസ്കാരമുണ്ട്. എന്താ ചേട്ടാ ഇങ്ങനെ ഈ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നേ? നമ്മുടെ പരിപാടി ഇതാണല്ലോ. കപ്പ പറിച്ച് റൂട്ടിൽ കൊണ്ട് വിൽക്കുന്നതാണ് നമ്മുടെ പണി. രാവിലെ എപ്പോ ഇറങ്ങും ചേട്ടാ? അപ്പൊ രാവിലെ ഞങ്ങൾ 5 മണിയാകുമ്പോ വരും. പേരൊന്ന് പറയാവോ? എന്റെ പേര് അഫ്സല്. ഞാനും ഷിബിനും നവാസും അജിയും നമ്മുടെ ഇർഷാദും കൂടെ കൂടിയാണ് ഇത് എല്ലായിടത്തും പോയി പിടിക്കുന്നത്. പിടിച്ച് കുഴപ്പമില്ല. കപ്പ എങ്ങനെ വിൽക്കും, പറിക്കും. എത്ര നാളായി? പക്ഷെ ഇതേപോലെ ഒരു വലിപ്പമുള്ള കപ്പ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളൂ. അതെ അല്ലേ. മണ്ണിന്റെ ആണോ അത്? മണ്ണിന്റെയും പിന്നെ മനസ്സിന്റെ ഒക്കെ ആയിട്ട് കൂട്ടാം. കപ്പയുടെ മെയിൻ പണിക്കാരനാണ്. കപ്പ രാവിലെ വന്നിരുന്ന് കപ്പ വെട്ടാൻ തുടങ്ങിയ 10 മണി വരെ ഇരുന്ന് വെട്ടും. പറമ്പിൽ പോയ ചായയില്ല, വെള്ളമില്ല. ചേട്ടാ തിരക്കാണല്ലേ? കപ്പ വെട്ടാണ്. കപ്പ ഇതുപോലെ തന്നെ മുട്ടിയെ വെച്ച് വെട്ടി ഭംഗിയായിട്ട് അരികും മൂലയെല്ലാം ശരിയാക്കി മണ്ണും കളഞ്ഞ് റെഡിയാക്കി. കപ്പ കടയിലിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും വലിയ പണിയൊന്നും ഇല്ലെന്ന്. പക്ഷേ അതിന്റെ പുറകില് നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ അതിന്റെ പുറകിലുണ്ട്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. പ്രയത്നം. പറിക്കണതിന് പണിയുണ്ട്. കപ്പ പറിച്ച് ചോട് പറിച്ചെടുക്കൽ നിസ്സാര പണിയല്ല. രണ്ടുപേരും കൂടി ചുമക്കണം. പറമ്പിൽ നിന്ന് കണ്ടത്തിലാണെങ്കിൽ കപ്പ കരയിലേക്ക് ചുമക്കണം. പല സ്ഥലത്തും വണ്ടി സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടല്ലേ? അതെല്ലാം തല വെച്ച് വന്ന്. പേരെങ്ങനെയാ? എവിടെ താമസിക്കുന്നേ? കാരിക്കോട് അല്ലേ. ഓക്കെ, താങ്ക് യു ചേട്ടാ. എന്തോ അടിപൊളി കപ്പയാണ്, ബിരിയാണി കപ്പയാണ്. മതച്ചേട്ടാ ഈ കപ്പ പുഴുങ്ങി നോക്കിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ ഇത്? ബീഫ് കൂട്ടി പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. അതിന്റെ രുചി ഒന്ന് വേറെ. വേവണ കപ്പയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. അതെ, കപ്പ. ഷിബിൻ എന്നാ പേരല്ലേ? ഷിബിന് എത്ര കാലമായി ഈ ബിസിനസ് തുടങ്ങിയിട്ട്? നിങ്ങൾ എല്ലാവരും ഒന്നിച്ചല്ലേ? 15 കൊല്ലമായി അല്ലേ? ഇതുപോലെ ഫീൽഡിൽ വന്ന് കപ്പ മേടിക്കുന്നു. ഞങ്ങൾ വരവ് കപ്പയൊന്നും മേടിക്കാറില്ല. ഞങ്ങൾ നാടൻ കപ്പ ഇതുപോലെ കർഷകർ ചെയ്യുന്നു. നാടൻ കപ്പ ഞങ്ങൾ നേരിട്ട് പോയി വില പറഞ്ഞ് തോട്ടത്തിൽ നിന്ന് മേടിക്കും. തോട്ടത്തിൽ നിന്ന് പണിയുണ്ട്, ന്യായമായിട്ടുള്ള പണിയുണ്ട്. രാവിലെ വന്നം പറിക്കണം, വെട്ടണം, ഉരുക്കണം, എല്ലാം ചെയ്യണം. പിന്നെ മാത്തച്ചേട്ടനെ പോലുള്ള കർഷകരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. സന്തോഷമുണ്ടല്ലേ? കർഷകർക്ക് കപ്പ കൊടുക്കാണ്ട് ഷിബിനെ വിളിച്ചാൽ മതിയല്ലോ. മതി മതി മതി.
ഇപ്പോൾ നമ്പറോടെ ഞാൻ ഇതിൽ ഇട്ടേക്കാം. ഞങ്ങളുടെ സ്ഥലം തൊടുപുഴയാണ്. എവിടെ വിളിച്ചാലും കപ്പയുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് നോക്കും, പറിക്കും. അടങ്ങലായിട്ടാണ് തൂക്കിയാണ് തൂക്കിയോ എങ്ങനെ വേണേലും എടുക്കും അല്ലേ? മാന്യമായ വില കൊടുക്കും അല്ലേ? വില കർഷകർക്ക് കൊടുക്കും. ഷിബിനെ എത്ര പേരായിട്ടാണ് നിങ്ങൾ കപ്പ പറിക്കാനായിട്ട് പോകുന്നത്? ഞങ്ങൾ കൂടുതൽ പറിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ 5-6 പേര് കാണും. 6 പേരുണ്ടല്ലേ? 6 പേര് കൂടി പറിച്ചു കഴിഞ്ഞാലാണ് ഈ 1.5 ടൺ അല്ലെങ്കിൽ 2 ടൺ കപ്പയായിട്ട് നമുക്ക് ഫീൽഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ചില സ്ഥലത്ത് മണ്ണിന് ഇളക്കം കാണില്ല, അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറിച്ചെടുക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ മണ്ണെല്ലാം മാറ്റി, അധ്വാനമുണ്ട്, മണ്ണ് മാറ്റി പറിച്ചെടുത്ത് പിന്നെ അതെല്ലാം ഇതുപോലെ വെട്ടി ഒരുക്കി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫീൽഡിൽ ഈ സാധനം എത്തിക്കുന്നത്. കപ്പ പിന്നെ മലയാളിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഇന്നേ വരെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. കപ്പ എന്നും ചിലവുന്നുണ്ട്, ആവശ്യക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സേവനം തന്നെയാണ് ചെയ്യുന്നത്. 4 മണിക്ക് 5 മണിക്ക് ആരും കാണുന്നില്ലെന്നുള്ളൂ ഇതിൻ്റെ പ്രയത്നം എത്രമാത്രമാണ്. ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ കൂടുതൽ ഓർഡർ കാണും നമുക്ക്. എലിശല്യം ഉണ്ടായിരുന്നോ ഇതിൻ്റെ അകത്ത്? മാത്തുചേട്ടൻ്റെ പറമ്പിൽ കുറവാണ്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടുതൽ എലിശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പകുതി എലിയും കൊണ്ടുപോകും അല്ലേ? പകുതി എലിയും കൊണ്ടുപോകും. പകുതി പറിക്കേണ്ട സമയം കഴിഞ്ഞാൽ ഇത് ചിലത് വെന്ത് പോവും കപ്പ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കർഷകർക്ക് നഷ്ടം വരും. പക്ഷെ മാത്തുചേട്ടൻ്റെ പറമ്പിൽ വലിയ എലിശല്യം ഇല്ല. കപ്പയെല്ലാം നല്ല അടിപൊളി കപ്പയാണ്, നല്ല ഷേപ്പും നല്ല നൂറുമുള്ള കപ്പയാണ്. ഇന്ന് എത്ര ടൺ കപ്പ പറിക്കുന്നുണ്ട്? പിന്നെ ഞങ്ങളൊരു 1.5 ടൺ കപ്പ പറിക്കുന്നു. എല്ലാ ദിവസവും 1.5 ടൺ കപ്പ വീതമാണ് പറിച്ചു പോകുന്നത്? ഓർഡറിനനുസരിച്ച് കപ്പയ്ക്ക് ആവശ്യക്കാർ അനുസരിച്ച് നമ്മൾ കൂടുതൽ പറിക്കും. കേറ്ററിംഗ് ആവശ്യത്തിന് വിളിക്കാറുണ്ടോ അവര്? വിളിക്കാറുണ്ട്. ഉണ്ടല്ലേ? ഹോട്ടലുകാരുണ്ട്. ഈ കപ്പയുടെ ഗുണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളെവിടെ ചെന്നാലും ഒരു ചൂട് പറിച്ച് അത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി നോക്കി കപ്പയുടെ നൂറും അതോടൊപ്പം തന്നെ കപ്പയുടെ ടേസ്റ്റ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കപ്പ എടുക്കുകയുള്ളൂ. അത് നല്ല കാര്യമാണല്ലോ. ഒരു കംപ്ലൈൻറ്റ് ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോൾ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാണ്ട് അവർ കപ്പ നമ്മളോട് വീണ്ടും വീണ്ടും ചോദിച്ചു വരും. ഫീൽഡിൽ നിലനിൽക്കാൻ ഇതാ കാരണം അല്ലേ? കാരണം എടുക്കാറില്ല. ഇപ്പോൾ 6-ാം മാസം കപ്പയോ വ്യാവസായിക അടിസ്ഥാനത്തിൽ നട്ടേക്കണ കപ്പയോ നമ്മളങ്ങനെ എടുക്കാറില്ല. അവർ ചുമ്മാ പല തണ്ടുകളും നട്ടായിരിക്കും. ഇപ്പോൾ മാത്തുചേട്ടൻ നട്ടണക്കുള്ള ഒറ്റ തണ്ടൊന്നും ആയിരിക്കില്ല പലരും നടന്നത്. പലരും പല ടൈപ്പ് കപ്പയായിരിക്കും നടന്നത്. അവർ കൂടുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണം. മാത്തുചേട്ടനെ പോലുള്ള കർഷകരാകുമ്പോൾ അവർ നല്ല അധ്വാനത്തോടുകൂടി നല്ല കപ്പ അവർ ഉൽപ്പാദിപ്പിക്കും. ചില സ്ഥലങ്ങളിൽ കപ്പ പല ടൈപ്പ് കപ്പയായിരിക്കും ഒരു തോട്ടത്തിൽ നട്ടിരിക്കുന്നത് അല്ലേ? പല സ്ഥലത്തായിരിക്കും 2-3 ടൈപ്പ് കപ്പ കപ്പത്തണ്ട് തയ്യാത്ത കാരണം പല ടൈപ്പ് കപ്പ നട്ടാക്കുന്നത് കാണും. അപ്പോൾ ഈ 3 ടൈപ്പ് കപ്പയുണ്ടെങ്കിൽ ഈ 3 ടൈപ്പ് നമ്മൾ പറിച്ചുകൊണ്ട് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കും. ചിലർ പറയും, ചിലർ പറയില്ല. നമ്മൾ കപ്പ നമ്മൾ നോക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഏതെങ്കിലും കപ്പയാണ് നട്ടേക്കുന്നത്, എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കും അല്ലേ? ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കും. അത് ഒരു കപ്പത്തണ്ട് തന്നെയാണ് എല്ലാം നട്ടേക്കണേ. ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ കർഷകരോട് ചോദിച്ച് മനസ്സിലാക്കും. അവർ 2 തണ്ടുണ്ടെങ്കിൽ 2 തണ്ടും ഞങ്ങൾ പറിക്കും. ആമ്പക്കാടനാണെങ്കിലും ചിലപ്പോൾ കറുത്ത മിച്ചർ, ആമ്പക്കാടൻ, കൊലരാമൻ, അങ്ങനെ പലതരത്തിലുള്ള കപ്പയുണ്ട്. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കും. ചില മണ്ണിൻ്റെ ഒക്കെ ഗുണത്തിൽ കപ്പയ്ക്ക് പല കംപ്ലൈൻറ്റുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതെല്ലാം പറിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കപ്പ മേടിക്കാറുള്ളത്. നമ്മൾ കൂടുതലും ചില്ലറ കച്ചവടമാണ്, കടകൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് യാതൊരുവിധ പരാതിയും വരാത്ത രീതിക്ക് മാത്രമാണ് നമ്മൾ കപ്പ മേടിക്കാറ്. വീട്ടുകാരും റീറ്റെയിലായിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുമോ? കച്ചവടം എല്ലാവരും കൊണ്ട്. ഇപ്പോൾ ഈ നമ്പർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു 10 കിലോ കപ്പ ആവശ്യം തോന്നി കഴിഞ്ഞാൽ ഈ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുമോ? ആവശ്യക്കാർ ബന്ധപ്പെട്ടാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. പറ്റും അല്ലേ? ഓക്കെ, താങ്ക് യു. ഈ കപ്പ നട്ടിരിക്കുന്ന സ്ഥലത്ത് എലിയൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. ഒരു എലിശല്യം പോലും ഇല്ല, ഒരു കപ്പ പോലും എലി കടിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്താ മതച്ചേട്ടാ, മതച്ചേട്ടൻ എന്താ എലിനെ കൊല്ലാനായിട്ട് ചെയ്തത്? കാരണമുണ്ട്. എലി വന്ന് കൂടുമ്പോൾ ഉടൻ തന്നെ ഈ തുരപ്പൻ എന്ന് പറഞ്ഞ ചുണ്ടലിയാണ് വന്ന് കൂടുന്നത് കപ്പയ്ക്കകത്ത്. അത് വന്ന് കൂടുമ്പോൾ ആ പൊത്തും മാന്തിയിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എലി ചാടും പുറത്ത്. വെള്ളം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അപ്പം കൈ കൊണ്ട് പൊത്തി പിടിച്ച കൊന്നു കളയും. കൈ കൊണ്ട് പൊത്തി പിടിക്കുമ്പോൾ കയ്യെ കടിക്കുകയല്ലേ? കടിക്കൊന്നുമില്ല, പെട്ടെന്ന് ഈ ചെറുത സാധനം കൈ അങ്ങ് പൊത്തി ഒരു ഞെക്കും. ഈ വെള്ളം ചെന്ന് കഴിയുമ്പോൾ ലെക്ക് കെട്ടിങ്ങ് വരും അല്ലേ? ആ, ഒഴുകി പുറത്തേക്ക് ചാടും. വെള്ളത്തിൽ എലി നിൽക്കില്ല. അതുകൊണ്ട് പുറത്ത് ചാടുമ്പോൾ അതിനെ കൊന്നു. അങ്ങനെ എലി മുഴുവൻ പിടിക്കും. സാധാരണ അങ്ങനെ വിഷം വെക്കുകയൊക്കെ ആണല്ലേ? അങ്ങനെ വിഷം വെക്കാറൊന്നുമില്ലേ? വിഷം വെച്ചാലൊന്നും എലി എടുക്കില്ല. പിന്നെ അതിൻ്റെ പുറകെ നടക്കാൻ ഇതാ എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ ഒരുപടി പൊത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എലി വലിയ മടയായി ദിവസങ്ങളായി കഴിഞ്ഞാൽ പ്രശ്നം. മത്തച്ചേട്ടാ, ഈ സ്ഥലം എങ്ങനെ ഒരുക്കിയത്? കിളച്ചാണോ?
തൂമ്പായി കളിച്ചാണോ? ആ തൂമ്പയ്ക്ക് ആദ്യം മമ്മട്ടിയും കൊണ്ട് ചെത്തി പുല്ല് വരണ്ടി മാറ്റിയിട്ട് കിളച്ച് ഊമ്പലെടുത്ത് രണ്ട് ഇത്രയും വരും നീളം. എന്തോ 2 മുട്ട മണ്ണിൻ്റെ ഒരുപടി മണ്ണിൽ താന്നു പോയി കഴിഞ്ഞാൽ കിഴങ്ങ് കുറയുമെന്നാണ് പറയണത് ശാസ്ത്രീയമായിട്ട്. മുട്ട ഒരുപടി മണ്ണിൻ്റെ അടിയിലിരുന്ന പിന്നെ നട്ട് ഒരു 5-8 ദിവസം കഴിയുമ്പോൾ വെയിൽ കാഞ്ഞ് കപ്പം മുളച്ച് വന്നു കഴിഞ്ഞാൽ അടിപൊളി. എത്ര ഏക്കർ സ്ഥലത്ത് കപ്പ കിട്ടുമോ മത്തച്ചേട്ടാ? 40 സെൻറ്റ് സ്ഥലം. എത്ര ചൂട് കപ്പ ഉണ്ടായിരുന്നത്? 750 ചോട് കപ്പ ഉണ്ടായിരുന്നു. കപ്പ നട്ടപ്പോൾ എന്തൊക്കെയാണ് ഇട്ട് നട്ടത്? ജൈവവളം പറഞ്ഞ പിന്നെ ഈ കേരള ഗവൺമെൻറ് തന്ന ഈ കൃഷിഭവനിൽ നിന്ന് കൊടുത്താന്നും പറഞ്ഞ ഇവിടെ നമ്മുടെ ആശാ വർക്കർ എന്നോട് മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞ് 300 രൂപ കൊടുത്ത് കൊണ്ടുവന്ന് അവൾ വെള്ളം ഇറക്കി വളം നമ്മൾ പോയി കൊണ്ടുവരുക. എല്ലുപൊടിയും അത് കണ്ടപ്പം കൂവപ്പൊടി അന്നോണം ഏതായാലും അത് ഇട്ട് നട്ടു. എന്തേലും വെച്ചിട്ടു? ഒരു വാളം അതായത് ഒരു 50 ഗ്രാം വെച്ചിട്ടു. അതെ, 50 ഗ്രാം എല്ലുപൊടി അതിൻ്റെ മുകളിൽ ഈ മറ്റേ വളം ഇട്ടിട്ട് മണ്ണിട്ട് മൂടിയിട്ട് കപ്പ നട്ടു. കപ്പ വളത്തിൻ്റെ മുകളിലല്ല നട്ടു കൂട്ടിയിട്ട് ഇച്ചിരി മണ്ണ് ഇട്ടിട്ട് കപ്പയിൽ വല്ല പൊള്ളലേക്കാതെ കപ്പത്തണ്ടയിൽ അത് വേവാക്കാതെ. ഇത് എന്നാ വളമാണെന്ന് നമുക്കറിയാമോ? സർക്കാർ തന്നതല്ലേ. ഞാൻ പരീക്ഷിച്ചിട്ടില്ല. നേരത്തെ ജൈവവളവും ചാണാപ്പൊടിയും എല്ലുപൊടിയും ഇട്ടായിരുന്നു പണ്ട് നട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൃഷി വരെ വല്ലം ചെല്ലുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ പുരോഗമനം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൃഷിക്കാരും മാറണം. അതിന് എന്നാ വില കൊടുത്തു? ഇവിടെ ഞാൻ റബ്ബർ വെച്ചപ്പോൾ എന്നോട് നല്ല ആദ്യം 105 വെച്ചത്. അത് നല്ല വെറൈറ്റി ആയിരുന്നു. പക്ഷേ അതിന് പട്ടമരപ്പും ഒടിക്കലും കൂടുതലായതുകൊണ്ട് പിന്നെ അബ്ദുൽ കലാം ഇന്ത്യ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ആ കൃഷിക്കാർ അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ മരം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിൽ പുള്ളി പറഞ്ഞതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് 414. അതാണ് 414 ഞാൻ വെച്ചത്. 414 ഒന്നോടെ നല്ലത് 430 എൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ അങ്ങനെ പല കൃഷിക്കാരിൽ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുക. ഈ അടുത്ത നാളിൽ ഒരു കൃഷിക്കാരൻ കൃഷി ശാസ്ത്രീയമായ രീതിയിൽ ചെയ്ത് എന്തോ പത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി ഏതായാലും എന്നെക്കൊണ്ട് പറ്റില്ലാതെ മോനെ നിർത്തി. 76 വയസ്സ് കഴിഞ്ഞു. വടിയേലുമായി. എത്ര കാലമായി കൃഷി തുടങ്ങിയിട്ട്? കൃഷി തുടങ്ങിയിട്ട് എൻ്റെ ചെറുപ്പം മുതലേ തുടങ്ങിയത്. അടിപൊളി. എനിക്ക് മണ്ണിനോട് വലിയ ഇഷ്ടം. നല്ലൊരു നൃത്തം കാണുന്ന രീതിയാണ്. ശരിയായ കൃഷിക്കാരൻ ഭൂമിയിലേക്ക് നല്ല എല്ലാ കൂട്ടവും കൃഷി, പാവൽ, പടവലം, വെണ്ട, ചീനി, മഞ്ഞൾ, കച്ചോല, ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാ കൂട്ടവും കൃഷി. അതിൻ്റെ ഇടയ്ക്ക് പശുക്കൾ 3-4 എണ്ണം, പന്നി, അതങ്ങനെ. പിന്നെ ആട്, കോഴി, താറാവ്, ഇതങ്ങനെ. ഇങ്ങനെ എല്ലാ കൂട്ടവും എല്ലാ ഫീൽഡിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനം കൃഷി ഫീൽഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ? കഷ്ടി തന്നെ ചെയ്താൽ പിടിച്ചു നിൽക്കാം. അതേ ഉള്ളൂ. ഇന്ന് കൃഷിയെല്ലാം ഭയങ്കര കൂലിച്ചെലവുമായി ഭയങ്കര നഷ്ടമാകും. കൂലി കൊടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ മിച്ചമൊന്നും കാണില്ല. ഇതേ ജോലി വിദേശ രാജ്യങ്ങളിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുന്നുണ്ടല്ലോ മുത്തച്ചേട്ടാ. എന്താ അതിന് കാരണം? വിദേശ രാജ്യങ്ങളിൽ കാനഡയിൽ അവിടെ 1000 ഏക്കർ കൃഷി ചെയ്യാൻ ഒരുത്തൻ മതി. അവിടെ മെഷീനും കൊണ്ടാണ് ഭൂമി അങ്ങോട്ട് പൂട്ടും. എന്നിട്ട് വിത്ത് മെഷീനിലിടും. അത് സ്വന്തം മെഷീനും കൊണ്ട് എല്ലാം ശേഖരിക്കും. അത് അതിൻ്റെ വിളവെടുക്കാറാകുമ്പോൾ എല്ലാം മെഷീനാണ്. എന്നിട്ട് അവർ അവിടെ 6 മാസക്കാലം മഞ്ഞുള്ള സമയത്ത് ഇത് ഫാക്ടറി കൊണ്ടുപോയി അത് എല്ലാ കടയിലേക്കും കൊടുക്കാൻ പാകത്തിന് കൂട്ടിലാക്കി തുന്നി അങ്ങനെ ചെയ്യും. ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെയാണ് പോണത്. മീൻ വളർത്തലുണ്ടോ? മീൻ വളർത്തലുണ്ടായിരുന്നു. മീൻ ഞാൻ കാനഡയ്ക്ക് പോയച്ച് വന്നപ്പോഴത്തേക്കും
മുഴുവൻ നാട്ടുകാർ ആരോ പിടിച്ചോണ്ട് പോയി കള്ളന്മാർ. കൊണ്ടേ ഇപ്പോൾ ക്യാമറ വെച്ചത് കൊണ്ട് ഇപ്പോൾ ഒരു കളവുമില്ല, ഒരു കുഴപ്പമില്ല. ക്യാമറയുണ്ട്, എല്ലാം അറേഞ്ച്. പോലീസുകാർ വന്ന് ഞാൻ കേസ് കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ ഈ തോട്ടത്തിൻ്റെ അടുക്ക ക്യാമറ പിടിപ്പിക്കാൻ പറഞ്ഞു. ക്യാമറ പിടിപ്പിച്ച പിന്നെ ഒരു സാധനം എടുത്തുകൊണ്ട് പോയിട്ടില്ല ഇന്ന് വരെ. 3-4 കൊല്ലമായി ക്യാമറ പിടിപ്പിച്ചിട്ട്. ഇപ്പോൾ വയസ്സായപ്പോൾ ആശുപത്രിയിലും മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. പുതിയ തലമുറയോട് എന്താ ചേട്ടാ പറയാനുള്ളത്? പഴയ കാലത്ത് കാരണന്മാർ തട്ടിയറന്ന് മക്കൾ അടുത്തടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്നൊരു മക്കളും മണ്ണി പണിയാനോ കൃഷിയിലോ താല്പര്യമില്ല. എല്ലാവരെയും കൊണ്ട് ട്യൂഷൻ കൊടുത്ത് പുറത്തേക്ക് കടത്തി വിടുക. ലാസ്റ്റ് ഇവിടെ മണ്ണും വെറുതെ മേപ്പോട്ട് നോക്കിയാൽ ആശം കീപ്പോട്ട് നോക്കിയാൽ ഭൂമി ഇങ്ങനെ കിടക്കും. മത്തഞ്ചേട്ടൻ്റെ മക്കളൊക്കെ എവിടെയാ? ഒരാൾ എന്താ അതെയാ? മക്കളാരെങ്കിലും മത്തഞ്ചേട്ടൻ്റെ വാർദ്ധക്യ കാലത്ത് നോക്കാനായിട്ട് വരുമോ? ഇനിയുള്ള കാലം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വന്നാ വന്നു, വന്നില്ല. മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്നാ? ഇനിയിപ്പോൾ അങ്ങനെ വല്ല നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുക, രോഗം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ചികിത്സ തുടങ്ങിയിട്ട് 10-30 വർഷമായി. ആദ്യം ഹോമിയോ 10-15 കൊല്ലം നോക്കി, അലോപ്പതി 5-10 കൊല്ലം നോക്കി, 10-20 കൊല്ലം ആയുർവേദം നോക്കി. ഒരു പ്രയോജനമില്ല. ഇനി അടുത്ത ആഴ്ച വന്നോടെ ആയുർവേദം ഒന്ന് പരീക്ഷിക്കാൻ പോവുക. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അധ്വാനിക്കുന്ന കാരണം വേറെ അസുഖങ്ങളൊന്നും പിടിപെട്ടില്ല എന്നാണ്. പറ്റില്ലേലും തൂമ്പ എടുത്ത് നിവർന്ന് നിന്നുള്ള ഏത് പണിയും കുനിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പണി